നോക്കൂ, മിസ്റ്റർ ഹംസ വരില്ലേ? അറിയില്ല. നിങ്ങൾ പോയില്ലേ? അയാളെ കാണാതെ ഞാൻ എങ്ങനെ പോവാനാ? താങ്ക്സ്. അയാളെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ ഇവിടെ നിൽക്കുക. ഹോട്ടലില് റൂം എടുത്തിട്ടുണ്ട്. പേര് ജയരാജൻ. ഒരു വിഷയുടെ കാര്യത്തിനായിട്ടാ ഞാൻ മിസ്റ്റർ ഹംസയെ കാണാൻ വന്നത്. രാവിലെ ഓഫീസിലേക്ക് വരാം. മിസ്റ്റർ ജയരാജൻ കാലത്തെ പോരും. രാവിലെ ഞാനുണ്ടാവില്ല. ഈ ഓഫീസിലെ പണി ഇന്നത്തോടെ മതിയാക്കി. 3 മാസം പണിയെടുത്തിട്ട് നയാ പൈസ ശമ്പളം കിട്ടിയിട്ടില്ല. ഭാഗ്യത്തിന് എനിക്ക് വേറെ ജോലി ശരിയായി. വരട്ടെ. നോക്കൂ, മസ്കറ്റിലേക്ക് ഒരു വിസ ശരിയാക്കാൻ നേരിട്ടിരുന്നു മിസ്റ്റർ ഹംസ. ഞാൻ എത്ര രൂപ കൊടുത്തു? 15,000. അയാൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്നു. ഒരു ഫ്രണ്ട് മുഖേനയാണ് എനിക്ക് പരിചയം. 20-15 കുറച്ച് അയാളാണ്. ആ 15,000 സിംപ്ലി ഗുഡ് ബൈ എന്ന് കരുതി വെച്ചാൽ മതി. അല്ല, പേരെന്താ പറഞ്ഞേ? ഗോപി. ഈ മാസം ഇതേ പ്രോബ്ലമായിട്ട് ഓഫീസിൽ വരുന്ന 4ാമത്തെ ആളാണ് ഗോപി. ആർക്കും പ്രൊപ്പറേറ്ററെ കാണാൻ പറ്റില്ല. ഈ പ്രൊപ്പറേറ്റർ ശരിക്കും ഈശ്വരനെ പോലെയാ. എല്ലാ ദിക്കിലും ഉണ്ടെന്ന് കേൾക്കാൻ പറ്റും, പക്ഷെ കാണാൻ മാത്രം കിട്ടില്ല. അയാളുടെ വീട് എവിടെയാണ്? അറിഞ്ഞൂടാ. ശമ്പളവുമില്ല. ഗോപി പിള്ളേർ വരുമ്പോ 100 കളവ് പറഞ്ഞ അവിടെ ഇരിക്കുമ്പോ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. മറ്റേ ഓർഡർ ഇന്ന് കിട്ടി. പിന്നെ നമ്മളെ പറ്റിയത് ആരോടും പറയണ്ട. നേരെ വീട്ടിലേക്ക് പൊയ്ക്കോളൂ. അയാളെയും കാത്ത് ഹോട്ടൽ റൂം എടുത്തിരുന്നാൽ ആ കാശുകൂടി നഷ്ടമാവും. വരട്ടെ. ജയരാൻ, ഇയാളെ ഒന്ന് കണ്ടുപിടിക്കാനുള്ള വഴി പറഞ്ഞു തരൂ. ഇരിക്കുന്ന വീട് പണി എഴുതി വെച്ചിട്ടാണ് എന്റെ അച്ഛൻ ഈ കാശ് ഉണ്ടാക്കി തന്നത്. ഞാൻ എന്ത് ചെയ്യണം? കുടുങ്ങിയവരുടെ എല്ലാം കഥ ഏറെക്കുറെ ഇത് തന്നെ. പലരും പുറത്തു പറയാറില്ല. അവനെ കണ്ട് കാശ് വാങ്ങാൻ ഞാൻ പോകത്തില്ല. ഒന്നീ കാശ് കിട്ടിയില്ലേ പാര അവന്റെ ഉയരെ എടുക്കും. അത് നിങ്ങൾ ബോസിനോട് പറഞ്ഞേരെ. ഗുഡ് ലക്ക്. അയാൾ എന്റെ ബോസ് ആയിരുന്നു, ഇപ്പോഴല്ല. വിഷ് യു ഗുഡ് ലക്ക്. വെട്ടുകൊണ്ടവർക്ക് അത്ര സാരായി പറ്റിയില്ലടോ. അവര് 2 മാസം കഴിഞ്ഞപ്പോ പണിക്ക് പോയില്ലേ? നീ ഒരു നല്ല വക്കീലിനെ വെച്ച് വാദിച്ചിരുന്നെങ്കിൽ നിന്റെ കേസ് അന്നേ വിടില്ലേ? ഒരു ചെറിയ വെട്ടും മുറിക്കും 5 കൊല്ലായി. ഇതെവിടെ കേട്ടിട്ടുണ്ട്? നീ അപ്പീൽ പോകാഞ്ഞതാ തെറ്റ്. ഓട്ടെ, അത് കഴിഞ്ഞില്ലേ? കച്ചവടമൊക്കെ എങ്ങനെയുണ്ട് ജോസ്പേട്ട? മോശം. വയറ്റിപ്പഴപ്പിന് വേണ്ടി ചില്ലറ കച്ചവടം ചെയ്യുന്ന നമുക്കൊന്നും ഒരു രക്ഷയില്ല. എന്നും കസ്റ്റംസുകാരുടെ തെക്കും തിരക്കുക. ഇച്ചിരി സിഗരറ്റ്, 10 കുപ്പി വിസ്കി, ഇതൊക്കെ കച്ചവടം ചെയ്യുന്നതിൽ എന്താ ദൈവദോഷം? ഞാൻ ആ സൂപ്രണ്ടിനോട് നേരെ ചോദിച്ചതാ. ഈ സായിപ്പന്മാർക്ക് പ്രാന്തനാണുള്ള പൊടി മരുന്ന് കൊണ്ടുള്ള കച്ചവടോ? നമ്മളത് ആയിഷ് ചെയ്യില്ല. അതിന് പ്രമാണിമാരുണ്ട് ഇഷ്ടം പോലെ. ഒരു 50 രൂപ വേണ്ട. എല്ലാവരും ഒന്ന് കണ്ടിട്ട് വരട്ടെ. ഇതേ പെട്ടി കാലി. ഞാനിനി ഇവിടെ തന്നെ ഉണ്ടാവും. പണിയെടുത്ത് വെട്ടിക്കോളാം, പേടിക്കണ്ട. അതിന് നിനക്കിപ്പോ തോണിയുണ്ടോ? തോണിയൊക്കെ ഉണ്ടാവും. ആ കാശെടുക്ക്. എന്നിട്ട് വേണം ഒരു കുപ്പി വാങ്ങി ഗോപാലേട്ടനെ ഒന്ന് കാണാൻ. തവള ഗോപാലം കാഞ്ഞു പോയിടോ. നീ അറിഞ്ഞില്ലേ? എന്ന്? അതിപ്പോ 2-3 കൊല്ലായി. ഛർദ്ദിച്ചപ്പോ ചോര, കോട്ടം കമത്തി ഒഴിക്കണമായി ചോര. ആശുപത്രി എത്തിച്ചപ്പോഴേക്കും കാറ്റുപോയി. ലിവർ ഉണ്ടല്ലോ, ഈ ലിവർ പഞ്ചറായാൽ അങ്ങനെയാ. കുടി തന്നെ. അപ്പോ മാധവി ഒറ്റയ്ക്കാ? ഏയ്, പെണ്ണിന് നീ പോയപ്പോ നല്ല കാലം തെളിഞ്ഞില്ലേ? ചെമ്മീൻ ലോറി ഇറക്കിയ ആ ദിവസം തന്നെ അല്ലേ കുമാരൻ അവളെ കെട്ടിയത്? ജയിലിലാവുമ്പോ നാട്ടുവിശേഷം ഒന്നും അറിയില്ല അല്ലേ കരണ? അതാ കഷ്ടം. ലോറിക്ക് ആദ്യം മാല, പിന്നെ മാലയിട്ട് വന്ന് 2 പേരും കൂടെ അതിന്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ. അന്ന് കുപ്പി കുറെ പൊട്ടിച്ചിട്ടുണ്ട് കുമാരൻ. തന്തയുടെ അന്നത്തെ കുടി കണ്ടപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ലിവർ പോക്കാണ്. കാശ്. ആ, അപ്പോ ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വന്നത്? ആ, നല്ല കാലം തെളിയാന്ന് വെച്ചേ. കടമാണ് ഞാൻ വീട്ടും. ചന്ദ്ര, കർണേട്ടാ, അവര് തോണി എടുത്തോണ്ട് പോയപ്പോ ഞാൻ തടഞ്ഞു. കർണേട്ടാ, അവരെന്നെ തല്ലാൻ വന്നു. കണ്ണൂര് വന്ന് കാണുമെന്ന് പലപ്പോഴും വിചാരിച്ചതാ. പക്ഷെ കാശുണ്ടായിരുന്നില്ല കർണേട്ടാ. നീ ഒരു കുപ്പി എടുക്ക്. കുമാരേട്ടനിപ്പോ ലോറിയും ബോട്ടും. ഞാൻ അറിഞ്ഞടാ ചന്ദ്ര. നീ എന്നൊരു കുപ്പി എടുക്ക്. പുറത്ത് വാതിൽ അടച്ചോളുണ്ടോ? ഞങ്ങൾ വരാൻ വൈകും. ജോലിയുടെ കാര്യം ഏട്ടത്തി പറയണം.
ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നല്ലേ ചേട്ടൻ എഴുതിയത്? ഇനി ഏടത്തി നിർബന്ധിക്കും പോലെ ഇരിക്കും. എന്നെ കൊണ്ട് ഏടത്തിക്കും ഭാരമാവരുത്. ആ നീ എന്തെടുക്കുവാടി? നേരെ വൈകണോ? എഴുന്നള്ളത്ത് തുടങ്ങി. പുതിയൊരുത്തിയും കൂടെ വന്നിട്ടുണ്ട്. രാധയ്ക്കൊരു ബൈനാക്കുലർ കൂടി കിട്ടിയാൽ റണ്ണിങ് കമന്ററി അസലാവും. നിങ്ങൾക്ക് ആണുങ്ങൾക്ക് ചുണയുണ്ടെങ്കിൽ ഇവറ്റിങ്ങളെ ഒരു ഒറ്റ ദിവസം കൂടെ വെച്ച് പൊറപ്പിക്കുമോ? അവന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നിനക്കറിയോ? തൊഴിലിന്റെ ഭാഗത്തും അവന്റെ അടുത്തൊക്കെ ഒരു ശുപാർശയ്ക്ക് പോകാതെ കഴിയണമെന്ന ആകെയുള്ള പ്രാർത്ഥന. ആ പുതിയ പെണ്ണ് എന്റെ ഏകപത്നി വ്രതം മുടക്കണമെന്ന് വാശിയുണ്ടോ ആവോ രാധയ്ക്ക്? ഓ പിന്നെ അവളും പേശക കണ്ടാൽ അറിഞ്ഞൂടെ? വാടിയുടെ നാരായണല്ലേ? ഇല്ല, കാര്യം ചേച്ചിയോ? രണ്ടാളും പോയി. നാരായണ കമ്പനിയിലാണോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇന്ന് വന്നതാണ്. അത് ശരി. നാരായണത്തെ എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. ഞാൻ ശിവൻകുട്ടി. ആ, ഫോറിൻ കാറൊക്കെ ഉള്ള മുതലാളിയാ. ഒറ്റയ്ക്കേ ഉള്ളൂ. പുറപ്പെടുക. എങ്ങോട്ട് പുറപ്പെടാൻ? ഒരു 300 പറഞ്ഞാൽ തരൂ. പക്ഷെ ഞാൻ ചിലപ്പോ 400-ലെത്തും. ആ, അതൊക്കെ അവനവന്റെ സാമർഥ്യം പോലെ. അല്ല, മുമ്പ് വേഷില്ലേ? അതെടുത്ത് നോക്ക്. അതാ മൂപ്പർക്ക് ഇഷ്ടം. കടന്നു പോണ പറ്റി. അല്ല, ഞാൻ നാരായണത്തോട് പറഞ്ഞു. ചന്ദ്ര, നീ ഒരു അരക്കുപ്പിയിട്. മതി കർണേട്ട. എടാ, കുമാരമൂപ്പരെ പണിക്കാരാണ്. ഏതാടാ ഈ പുതിയൊരു മൂപ്പൻ? കർണേട്ട പതുക്കെ. ഒരു അരക്കുപ്പിയിട്. ഛർദിക്കാനായവരൊക്കെ പിടിച്ച് പുറത്തിടാ. നിങ്ങളുടെ പ്രമാണി മൂപ്പനുണ്ടല്ലോ, കുമാരൻ, അവനോട് പറ ഞാൻ വന്നിട്ടുണ്ടെന്ന്. കാരണം 4 ആള് കാണേ അവന്റെ കൊടലുമാല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞേക്ക്. മൂപ്പന് വേണ്ടി ചാകാനോശിയുള്ള ആൺകുട്ടികളുണ്ടോ ആ കൂട്ടത്തില്? ഓടാ കർണേട്ട എന്താ വരാനല്ലേ? അരുത് കർണേട്ട, അവര് പണിക്കാരല്ലേ? ആ, പണിക്കാരെ വിടാം. അവനെവിടെ? കുമാരനെവിടെ? കർണേട്ട വീട്ടിലേക്ക് പോ, ഞാനൊപ്പം വരാം. മാനേജറോടൊന്ന് പറഞ്ഞോട്ടെ. അവനാടാ മാനേജരെ? വാ കർണേട്ട, ഞാനല്ലേ പറയണത്. വാ. അങ്ങോട്ടല്ല കർണേട്ട, ഇങ്ങോട്ട് നടക്ക്. എനിക്കറിയാടാ. വാ. ഇവിടെയൊക്കെ കാട് പിടിച്ചില്ലടാ. നമുക്ക് ശരിയാക്കാം കർണേട്ട എല്ലാം. ആവശ്യപ്പാ. കർണേട്ട വിടീ. ആ, കുറച്ചു ദിവസം ഞാനൊന്ന് നോക്കി. ഇപ്പൊ എല്ലാം വൃത്തിയാക്കി കളയാം.
കള്ളവാറ്റ് കുടിച്ച് കുറെ പേരുടെ കണ്ണുപോയി ഈ ഭാഗത്തുനിന്ന് കേട്ടല്ലോടാ ജയിലിൽ കിടക്കുമ്പോ. നീ ആയിരുന്നു എന്റെ ഉസ്താദ്. ഏയ് എന്റെ സാധനം കർണേട്ടൻ കഴിച്ചിട്ടില്ലല്ലോ. ബെസ്റ്റ് അല്ലേ? റൊക്കം കാശിന് കച്ചവടം നടക്കണില്ലെന്ന് കണ്ടപ്പോ നിർത്തി. നഷ്ടം തന്നെ. ഒരു പൊടിക്ക് ഏലക്കായിട്ടിരുന്നു ഞാൻ മാറ്റുമ്പോ. എന്തായിരുന്നു മണം? ഇപ്പോഴും അറിയില്ല. ഞാനിവിടെ കിടന്നോളാം, നീ പൊയ്ക്കോ. നിന്റെ മാനേജർ അതിന് ഇനി വക്കാണത്തിന് വരണ്ട. കരുണേട്ടൻ വന്ന വകയില് രാജി കൊടുത്തു ഉദ്യോഗം. കണ്ടവന്റെ ആട്ടും തൊപ്പും ഇടയ്ക്ക് തല്ലും. 10 ദിവസത്തെ കൂലി ബാക്കി തരാനുണ്ട്. അയാൾക്ക് ലാഭം. എന്റെ വക ബക്ഷീസ് കിടക്കട്ടെ. വലുതായിട്ട് എനിക്ക് പോയിട്ട് എനിക്കതിനാ പോകുന്നുണ്ട്. സ്വകാര്യമാണെങ്കിൽ വേഗം പറഞ്ഞു നോക്കി കുമാര. കളിയുടെ ഇടയ്ക്ക് ഒരു ബിസിനസ്. ഓ, എന്ത് സ്വകാര്യം. പറഞ്ഞോ ഡ്രൈവറെ. കാരണം വന്നിട്ടുണ്ട്. ശിക്ഷ കഴിഞ്ഞാൽ ആളുകൾ ജയിലിൽ നിന്ന് പുറത്തു വരും. വന്നോട്ടെ. മൂപ്പന്റെ കുടലെടുക്കാൻ വരുന്നു എന്നാണ് കൊലവിളി. എന്നോടൊന്ന് മുട്ടാൻ നോക്കി. എന്റെ മെക്കിട്ട് കയറാൻ വരുന്ന എന്തിനാവൻ? ഞാൻ വിട്ടു. അവ അല്ല, ആരായി കരണൻ? പിന്നെ പറഞ്ഞുതരാം. വക്കാണത്തിന് വന്നാൽ കേട് അവന് തന്നെയാണെന്ന് ഒന്ന് മര്യാദ പറഞ്ഞു കൊടുത്തേക്ക്. മര്യാദ പറഞ്ഞ മനസ്സിലാവണ സൈസല്ല അവൻ. ഞാൻ ആദ്യം കാണുക. ഞാൻ ഓഫീസിലേക്ക് വരാം, നീ നടക്ക്. ശരി. കുട്ടൻ, ചെറിയ ഗോപാലൻ, ഭാസ്കരൻ, പിന്നെ ആ കൃഷ്ണൻകുട്ടി അവരവിടെ ഉണ്ടാകണം. ശരി. ഞാൻ വരാം. ഞാൻ വരാൻ വൈകും. വാതിലടിച്ച് കിടന്നോ. പണിക്കാരത്തെയും കൂടി ഇല്ലാത്തതാ ഇന്ന്. എന്നും പാതിരയാക്കണോ? ഓ, പണിക്കാരത്തി ഇല്ലെങ്കിൽ നിന്റെ വളയം ഉരിപ്പോവും. തവള ഗോപാലൻ മുമ്പ് പൊരയില് മോക്ക് എത്ര പണിക്കാരത്തികളാണ് സഹായത്തിന് നിർത്തിയിരുന്നത്. എനിക്ക് ആഫീസിൽ പണിയുണ്ട്. കളി നിർത്തിക്കോ. കരുണനെ ഒതുക്കാനാണെങ്കിൽ ഞങ്ങൾ വരാം. ഹേയ്, കൈത്തണ്ടയ്ക്ക് ഇപ്പോഴും എനിക്ക് നല്ല ബലമുണ്ട്. അത് ചിലപ്പോ കരുണനറിയില്ല. ഇപ്പൊ വേറെ കുറച്ച് അത്യാവശ്യ ജോലിയുണ്ട്. കരുണനെ ഞാൻ കാണുന്നുണ്ട്. പിന്നെ ജയിലിലെ സുഖവരൊക്കെ ഒന്ന് അറിയണ്ടേ? കഴിക്കാൻ എന്തെങ്കിലും വാങ്ങി വരാൻ കരണേട്ടാ. വേണ്ട, എന്റെ കയ്യിൽ കാശുണ്ട്. കല്യാണം കഴിഞ്ഞ പിന്നെ മാധവിയത്തെ ഞാൻ കണ്ടിട്ടേ ഇല്ല. ഞാനവരുടെ വീട്ടിൽ പോകാറുമില്ല. ജയിലിൽ തല്ലുംപിടി ഉണ്ടാക്കിയതിന് പിന്നെയും കിട്ടി കരുണേട്ടന് 6 കൊല്ലം. അവസാനം വരെ ജയിലിൽ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ടാത്രേ മാധവിയത്തെ സമ്മതിച്ചത്. ആളുകൾ പറയണതാണ്. ദിവസവും കുപ്പി വാങ്ങിക്കൊടുക്കുന്നവരാണ് തന്തയ്ക്ക് ദൈവം. മാധവിയെടുത്തി മാധവിയെടുത്തി നിന്റെ വക്കാലത്ത് വേണ്ട. കുത്തിച്ചു പോണ ഞാൻ. അങ്ങനെ പറയരുത് കരുണേട്ട. അവര് പാവ. കോരാൽ കിടക്കണത് കണ്ട തന്ത തല്ലി ഓടിക്കും. പക്ഷെ അവര് തന്ത കാണാതെ രാത്രി എനിക്ക് ചോറ് തരും. അത് ഞാൻ മറക്കില്ല. കല്യാണം കേമായിരുന്നു കരുണേട്ട. ഹോട്ടലുകാർ 10 രൂപ പറഞ്ഞു, കൊടുത്തില്ല. വിൽക്കായിരുന്നില്ലേ? വല്ല പൊടിയും മതിയായിരുന്നു ഇവിടേക്ക്. ചോറിന് എനിക്ക് വരി കിട്ടോ? അച്ഛനില്ല. അറിയാം. ഷാപ്പിൽ നിന്ന് ഒച്ച വെച്ച് വർത്താനം പറയണത് 1 മൈൽ ദൂരെ കേൾക്കാം. ഇനി ഇത് കണ്ട ഇതിന് കുപ്പി വേറെ വേണം തോന്നുന്നു അച്ഛന്. കൊണ്ടുവരാൻ പേടിക്കണ്ട. അച്ഛനെ ഏറെ ചീത്തയാക്കുന്നത് കരുണേട്ടനാണ്. നിന്റെ തന്തയൊന്ന് സമ്മതം മൂളി കിട്ടുന്നവരെ ഉള്ളൂ ഈ സൽക്കാരമൊക്കെ. അതുകൊണ്ടാവും ഗോപാലേട്ടനിട്ട് കളിപ്പിക്കുന്നത്. അയ്യോ, മീൻ നാറണു. മനസ്സിലാകുന്ന വിധത്തിൽ 2-3 തവണ നിന്റെ അച്ഛനോട് ഞാൻ പറഞ്ഞു നോക്കി. ഇനി ഞാൻ എന്ത് ചെയ്യും? അത് പിന്നെ മാനക്കേടായി എന്ന് പറഞ്ഞ് നിന്റെ അച്ഛന് കരഞ്ഞു നടക്കേണ്ടി വരും, അത്രേ ഉള്ളൂ. ഓ പിന്നെ അച്ഛന് ഇഷ്ടമൊക്കെ തന്നെയാണ്, അതെനിക്കറിയാം. അത് എന്റെ കള്ളകത്തുള്ളപ്പോ. അല്ലാത്തപ്പോഴാണല്ലോ ഞാൻ കപ്പക്കാരന്റെ മോനാണെന്ന് ഓർമ്മ വരുന്നത്, അല്ലേ? നയിച്ചു തിന്നാൻ വയ്യാത്തവർക്ക് തറവാടിത്തം പറഞ്ഞിരിക്കാം. അത് അച്ഛനും തോന്നണ്ടേ? കരുണേട്ടൻ എന്നും കിട്ടണേ പാതി ഇവിടെയാണ് ചെലവാക്കണത്. അച്ഛനും കാണുന്നതല്ലേ. അമ്മയുടെ സൂക്കടിനും അടിയന്തരത്തിനും ഒക്കെ കരുണേട്ടനാണ് ചെലവീതെന്ന് എല്ലാവർക്കും അറിയാലോ. ആ, അച്ഛൻ വരുന്നു എന്നതിന് ചന്ദ്രന്റെ സിഗ്നലാ.
ഒരു മീൻ കിട്ടി. സമരക്കാരി ഷാപ്പിൽ വന്നാൽ പിന്നെ കാര്യമില്ല. പൗഡർ കഴിക്കുക വെള്ളമായിരിക്കും വരുന്നവർക്ക് പിന്നെ കിട്ടുക. മനസ്സിലായില്ലേ? സമരക്കാരെ വേണം, സമരം പൊളിക്കാൻ വേണ്ടി ഉണ്ടാകണം. ഇന്ന് തല്ലും വെടിവെപ്പും ഒക്കെ ഉണ്ടാകും. ആരാ സമരം വിളിക്കുന്നത്? സേട്ടുവിന്റെ ചരക്കേറ്റാൽ മൊയിലും കുഞ്ഞ് ആളിറക്കിയാണ് അവിടെ. നിന്റെ ആ കുമാരനും ആൾക്കാരും നല്ല സ്ഥിരമായിട്ട് അവിടെ ഉണ്ട്. കുമാരൻ പോവില്ല. കുമാരന്റെ ഉള്ളിലും ആവശ്യത്തിനുണ്ട്. തല്ല് കണ്ടു നിൽക്കാനുള്ള ഒരു ഹര ആയിട്ടുള്ള കർണ. അതിന്റെ ഇടയിൽ കരുണേട്ടൻ ചെന്ന് ചാടണ്ട. കരുണേട്ട